നിങ്ങൾ വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഈ അടുത്തെങ്ങാനും? അതും ഒരു 6 പേരോ അല്ലെങ്കിൽ ഒരു 10 പേരോ അല്ലെങ്കിൽ 12 പേരൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണോ നിങ്ങൾ വരുന്നത്? എങ്കിൽ എവിടെ താമസിക്കും എന്നുള്ള ഡൗട്ട് തീർക്കാനുള്ളൊരു വീഡിയോ ആണിത്. നമ്മളെല്ലാവരും ഒരു യാത്ര വരുമ്പോൾ നമുക്ക് നല്ല പ്രൈവസിയിലിരുന്ന് നല്ല രീതിയിൽ സൊറ പറഞ്ഞിരുന്ന് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ തമ്മിൽ സംസാരിച്ച്, അതും വേറെ ഗസ്റ്റുകളുടെ ശല്യങ്ങളൊന്നും ഇല്ലാതെ, വേറെ ഒരു മനുഷ്യന്മാരുടെ ശല്യമില്ലാതെ നമ്മൾ പോയ ടീം ആരാണോ അവരായിട്ട് മാത്രം ഓർഗനൈസ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടി കിട്ടുകയാണെങ്കിൽ ആ യാത്ര ഒരു ഗംഭീര മൊമെൻ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. എങ്കിൽ അത്രയും നല്ലൊരു ഗംഭീര മൊമെൻറ്റ് സമ്മാനിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 3 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ല ആയിട്ടാണ് നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് 6 പേർക്ക് വരുന്ന ചാർജ് 20,000 രൂപയാണ്. അഡീഷണൽ ഓരോരുത്തർക്കും 1000 രൂപ വെച്ചാണ് നമുക്കിവിടെ കോസ്റ്റ് വരുന്നത്. ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഷൻ ആയിരിക്കും കിട്ടുന്നത്. വാഗമൺ ടൗൺ എത്തുന്നതിന് മുമ്പ് ഉപ്പുതറ റൂട്ടിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ഇൻ്റർലോക്ക് ചെയ്ത ഒരു റൂട്ടിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളിലേക്ക് വരാൻ. അപ്പോൾ അത്യാവശ്യം ദൂരം ഇതേപോലത്തെ ഒരു വഴി കയറിയിട്ടാണ് നമുക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇവിടെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇതുപോലത്തെ സ്റ്റെപ്പ് കയറിയിട്ടാണ് മറ്റേ 3ാമത്തെ ബെഡ്റൂമിലേക്ക് എത്തുന്നത്. അപ്പോൾ മുകളിൽ ഒരു റൂമും താഴെ 2 റൂമായിട്ടാണ് ടോട്ടൽ 3 ബെഡ്റൂം വില്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. താഴേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ലിവിങ് റൂമാണ്. ഈ ലിവിങ് റൂമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എസ്തെറ്റിക് ലുക്കിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ആംബിയൻസും നല്ല വെൽക്കമിങ്ങും ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ മികച്ച രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് നല്ല ടൈം എടുത്ത് നല്ല പ്ലാനിങ്ങിൽ തന്നെ ഒരു ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. പൊതുവെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ കാണാത്ത കുറച്ച് രീതികളാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ റൂമിൻ്റെ അകത്തൊക്കെ കാണാൻ പറ്റുന്നത്. ഇതേ ലിവിങ് റൂമിനോട് ചേർന്ന് തന്നെ ചെറിയ രീതിയിൽ ഒരു കിച്ചൺ ഫെസിലിറ്റി നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ നമുക്കതൊരു മെയിൻ കുക്കിംഗ് ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഹീറ്റ് ചെയ്യാനോ തണുപ്പിച്ച് വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. താഴത്തെ നിലയിലത്തെ ഫസ്റ്റ് ബെഡ്റൂം നമുക്കിത് ഈ രൂപത്തിലേക്കും കാണാൻ പറ്റുന്നത്. ആ കർട്ടൻസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പുറത്തത്തെ ആ പച്ചപ്പും ആ കാറ്റൊക്കെ കൊണ്ട് നല്ല വിശാലമായിട്ട് ആ വ്യൂവും കണ്ട് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ആ പച്ചപ്പൊക്കെ കുറേ കൂടെ നല്ല രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി ആയാലും നമുക്ക് ഈ റൂമിനോട് ചേർന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ബേസിക് അമ്യൂണിറ്റീസ് ആയ ഷാമ്പൂ, മോയ്സ്ചറൈസർ, സോപ്പ് അങ്ങനെ പോലുള്ള എല്ലാ ഐറ്റംസ് ആയാലും നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ വാഷ്റൂം ആയാലും നല്ല പ്രീമിയം രീതി തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമിനകത്ത് ഒരെണ്ണത്തിൽ മാത്രം കോമൺ ആയിട്ടായിരിക്കും ടോയ്ലറ്റ് ഉണ്ടാകുന്നത്. മറ്റൊരു റൂമിൽ മാത്രമായിരിക്കും അറ്റാച്ച്ഡ് വാഷ്റൂം നമുക്ക് കിട്ടുന്നത്. താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം നമുക്ക് ഈ രൂപത്തിലേക്കും കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും കിട്ടുന്നത്. മാത്രമല്ല ഒരു ബേ വിൻഡോ നമുക്ക് ഈ റൂമിനകത്ത് കാണാൻ പറ്റും. കൂടാതെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്പോട്ടും നേരത്തെ കണ്ട റൂം പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു മാജിക്കൽ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അത് കാണുന്നതൊക്കെ മുമ്പായിട്ട് നമുക്ക് ബാക്കി നിൽക്കുന്ന ആ ഒരു മുകളിലത്തെ ആ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയറും കണ്ടതിന് ശേഷം നമുക്ക് താഴത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് പരിചയപ്പെടാം. അപ്പോൾ ഇതേപോലെ സ്റ്റെപ്പ് മുകളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് അടുത്ത റൂം വരുന്നത്. ആ കയറുന്നതിന് മുമ്പായിട്ട് ആ പുറത്തെ സിറ്റ് ഔട്ടിൽ നമുക്ക് ഇതുപോലെ ക്യാരംസ് കളിക്കാനുള്ള സ്പേസ് കാണാം. മാത്രമല്ല കയറി വരുമ്പോൾ ഉള്ളിൽ തന്നെ ഒരു ഡൈനിങ് സ്പേസ് വേറെ കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് വരുന്നത്. ഇനി മുകളിലത്തെ റൂമിൻ്റെ പ്രത്യേകത വെച്ചാൽ 2 ബാൽക്കണിയാണ് നമുക്കുള്ളത്. അപ്പോൾ 2 സൈഡിലത്തെ ഒരു വ്യൂ നമുക്ക് നല്ല രീതിയിൽ റൂമിൻ്റെ പുറത്തുനിന്ന് ആസ്വദിക്കാൻ പറ്റും. റൂമിൻ്റെ പുറത്തുനിന്നല്ല, റൂമിൽ കിടന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെയും ആ മൗണ്ടൻ വ്യൂവിൻ്റെയും ഭംഗിയൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുള്ളതാണ് ഈ മുകളിലത്തെ റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ കാണുന്ന ബാൽക്കണിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വിശാലമായ ആ ഒരു മൗണ്ടൻ വ്യൂവും ഇവിടുത്തെ ആ ഒരു പൂൾ വ്യൂവും ആ ഒരു ലാൻഡ്സ്കേപ്പും ഗാർഡനും അങ്ങനെ ആ ഒരു ഗ്രീനറി ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടുത്തെ താഴത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നല്ലൊരു എൻട്രിയിൽ കൂടെ ആ ഒരു പച്ചപ്പും ആ ഒരു സ്വിമ്മിംഗ് പൂളും മൗണ്ടൻ വ്യൂ ഒക്കെ ഗംഭീര വെൽക്കമിങ്ങിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. ഒരു നല്ല ദീർഘവീക്ഷണത്തോടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഉത്തമ റിസൾട്ടാണ് നമുക്കിവിടെ വരുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കാണുമ്പോൾ മനസ്സിലാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കൂടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ പൂൾ സൈഡിലിരുന്ന് നമുക്ക് ആ ഒരു കസേരയിലൊക്കെ ആ വ്യൂവും കണ്ട് ഇവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഭംഗിയും കണ്ട് നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ആ ഒരു മൊമെൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഗംഭീരമായിരിക്കും. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞാൻ ഈ പറയുന്നതിൻ്റെ സത്യാവസ്ഥ ഒരു ദിവസം നിങ്ങളിവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും.
ഇനി ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഊഞ്ഞാലയും സ്ലൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൻ്റെ താഴെ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു റീക്രിയേഷൻ റൂമിലേക്കും കൂടി എത്താൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെച്ചാൽ ഇപ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ചെറിയൊരു ഡെഡിക്കേറ്റഡ് കോർണർ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ബുക്സ് വായിക്കുന്നവർക്ക് ബുക്സ് വായിക്കാനുള്ളൊരു ഫെസിലിറ്റി, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള മറ്റൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലും ഇൻഡോറിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴയൊക്കെ വന്നു. അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ പുറത്തിറങ്ങിയിരിക്കാൻ തന്നെ പ്രത്യേക രസമായിരുന്നു. അപ്പോഴേക്കും നമ്മൾ പറഞ്ഞ ബാർബിക്യൂ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ പൂൾ സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കണമൊക്കെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. പുറത്ത് മഴ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഇത് പൂൾ സൈഡിലേക്ക് ഇടിപ്പിച്ചത്. അങ്ങനെ ആ പൂൾ സൈഡിലിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചും നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് അന്നത്തെ രാത്രി ഞങ്ങൾ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തത് ഇവിടെ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പുറത്ത് വന്നപ്പോൾ കാണുന്ന കാഴ്ച വെച്ചാൽ ആ മലയുടെ മുകളിൽ ഇങ്ങനെ ഫോഗ് ഇറങ്ങുന്ന ആ ഒരു നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെറിയ രീതിയിൽ നല്ല തണുത്ത കാറ്റൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ തന്നെ ആ ഒരു പ്രോപ്പർട്ടിലെ അറ്റ്മോസ്ഫിയർ വേറൊരു രീതിയിലായിരുന്നു എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ പുറത്തത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലെ മെഷീൻ ഉപയോഗിച്ച് തേയില നുള്ളുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടത്. അപ്പോൾ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ആ ഒരു ഏരിയ ഷോട്ട് എടുത്തപ്പോൾ കണ്ട ആ ഒരു യൂണിഫോമിറ്റി ഒരു പ്രത്യേക വൈബായിരുന്നു. കാരണം തേയിലത്തോട്ടം റൗണ്ട് ഷേപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത്രയും നല്ല രീതിയിൽ വെച്ചിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കോംപ്ലിമെൻ്ററി ആയി കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ. രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇവർ നമ്മൾ ആ ഒരു ഡൈനിങ് ഏരിയയിൽ സെർവ് ചെയ്യും. ഫുഡ് ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ വന്നാൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. രാത്രി കിട്ടിയ ബാർബിക്യൂ ആയാലും ഡിന്നർ ആയാലും എല്ലാം നല്ല ടേസ്റ്റോട് തന്നെ കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു പ്രത്യേകതരം തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും മൗണ്ടെയിൻ വ്യൂവും പ്രൈവറ്റ് പൂളും ഒരു പ്രീമിയം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു എസ്തെറ്റിക് രീതിയിൽ ഒരു ഗംഭീര സ്റ്റേ നമ്മളുടെ ഇഷ്ടപ്പെട്ടവരടുത്ത് ഒരു ദിവസം നമുക്ക് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഹെയ്ഡേ വാഗമൺ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശരായി പോകേണ്ടി വരില്ല. അത് ഇവിടുത്തെ സർവീസ് ആയാലും ഫുഡ് ക്വാളിറ്റി ആയാലും ഈ കാണുന്ന വ്യൂ ആയാലും ലാൻഡ്സ്കേപ്പിംഗ് ആയാലും അങ്ങനെ റൂമിൻ്റെ നീറ്റ്നെസ് വരെ എല്ലാം A to Z നമുക്ക് ഗംഭീരമായിട്ട് കിട്ടുന്ന ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനാണ് ഈ ഹെയ്ഡേ വാഗമൺ. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ഗുഡ് ബൈ.